ഹനീൻ്റെ 6th ബർത്ത്ഡേ 6ാമത്തെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളെ വീട്ടിൽ കുറച്ച് ചെറുതായി ഞങ്ങളുടെ അയൽക്കാരെ മാത്രം വിളിച്ച് ചെറുതായി നടത്തിയ ആഘോഷമാണ്. അപ്പം ഇത് ഡെക്കറേഷൻസൊക്കെ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ വൈകിട്ടൊരു 7 മണിക്കാണ് ഗസ്റ്റിൻ്റെ അടുത്തൊക്കെ വരാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് റെഡിയായി. ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി. ഹനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഹനി. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഹനിയാണെങ്കിൽ ഹനീൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് നല്ല സന്തോഷിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഹനി ആൾക്കാരുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഹനിയുടെ കുഞ്ഞിതിലുള്ള ഫോട്ടോസൊക്കെയാണ് അവിടെ കാണുന്നത്. അതൊക്കെ നോക്കി ഹനിയുടെ ക്യൂട്ട് ലിറ്റിൽ ഫ്രണ്ടാണ് അത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള 2 പേരാണ്. എനിക്ക് അവരൊക്കെ വന്നപ്പോൾ വലിയ സന്തോഷമായി. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം നിർബന്ധമായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത കേക്ക് വന്നു. ഇനിയിപ്പോൾ കേക്ക് തുറക്കാൻ വേണ്ടിയുള്ള ധൃതിയാണ്. എനിക്ക് യൂണിക്കോണാണ് ഏറ്റവും ഫേവറേറ്റായ ഫാൻറ്റസി ക്യാരക്ടർ. എനിക്കെല്ലാം ബർത്ത്ഡേക്കും എനിക്ക് അറിവ് വെച്ച് തുടങ്ങിയപ്പോൾ മുതൽ യൂണിക്കോൺ കേക്കാണ് വേണ്ടത്. എല്ലാ യൂണിക്കോൺ തീമിലാണ് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഹനിയുടെ ആഗ്രഹപ്രകാരം യൂണിക്കോണിൻ്റെ കേക്ക് വാങ്ങിച്ചു. അപ്പോൾ കേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കന്നെ ഓൾമോസ്റ്റ് എല്ലാ ഗസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കേക്ക് കൊണ്ടുവന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഹനിയും അച്ഛനും അമ്മയും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു. ഹനിക്ക് സന്തോഷമായി. ഹനി ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷമായിട്ടിരുന്നു. അത് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 2018 ഏപ്രിൽ 4 രാവിലെ 6:20 ആയപ്പോഴാണ് ഹനി ജനിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഞങ്ങൾ എല്ലാ ഇതുവരെയുള്ള ഏപ്രിൽ 4 ഞങ്ങളുടെ ലിമിറ്റ്സിനുള്ളിൽ നിന്നിട്ട് നന്നായി ആഘോഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 3rd ബർത്ത്ഡേ മുതൽ ഹനിക്ക് ഇത്തിരി അറിവ് വെച്ചപ്പം മുതൽ ഹനിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ബർത്ത്ഡേ ഞങ്ങളുടെ ഇഷ്ടത്തിന് സെലിബ്രേറ്റ് ചെയ്തു. 3rd ബർത്ത്ഡേ മുതൽ ഹനിയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പാട്ട് വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കന്നെ ഹനി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഹനിയുടെ ഇഷ്ടപ്പെട്ട ആൻറ്റിയാണത്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഡാൻസിൽ പാർട്ടിസിപ്പേറ്റൊക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ സെലിബ്രേഷൻ മൂഡിലായി. ഹനി ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട് ഡാൻസ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് നേരം ഡാൻസൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് മഫിൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹനി മഫിൻസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് അപ്പോഴത്തേക്കും എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അതൊക്കെ ഹനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്, ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത്. ഹനി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറയുന്നത് തന്നെ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സ്നാക്സിലേക്ക് കടന്നു. സ്നാക്സ് പാർട്ടിയാണ് നടത്തിയത്. സമോസയും കേക്കും സ്നാക്സും ജ്യൂസും ഒക്കെ ആയിട്ട് കുറച്ച് ചെറിയ രീതിയിലുള്ള സ്നാക്സ് പാർട്ടിയാണ് നടത്തിയത്. സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ കുട്ടികളൊക്കെ അവർക്ക് കിട്ടിയ റിട്ടേൺ ഗിഫ്റ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഹനി അതിൻ്റെ ഇടയിൽ എവിടേക്കോ ഓടി നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു മാക്സിമം ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റിലാണ് ഹനി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ റിട്ടേൺ ഗിഫ്റ്റൊക്കെ എടുത്ത് നോക്കി. ചിലർക്കതിപ്പോൾ തന്നെ തുറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ അതൊക്കെ അവിടെ വെച്ച് എല്ലാവരും ഡാൻസൊക്കെ ചെയ്യാൻ റെഡിയായി. ഇപ്പോൾ ഞങ്ങൾ അടുത്ത ഘട്ടം ഡാൻസിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഹനിയുടെ ഫ്രണ്ട്സിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഡാൻസ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുക.
അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഗസ്റ്റൊക്കെ പോയി. അപ്പോൾ ഗസ്റ്റ് ഉള്ളപ്പോൾ തന്നെ എനിക്ക് ഗിഫ്റ്റൊക്കെ തുറക്കാഞ്ഞിട്ട് വയ്യായിരുന്നു. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഗിഫ്റ്റ് തുറക്കാനുള്ള ധൃതിയായി. അങ്ങനെ ഇപ്പോൾ സമയം ഏതാണ്ട് 11 മണി കഴിഞ്ഞു. എന്നിട്ടും ഹനി ഗിഫ്റ്റൊക്കെ തുറന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ എന്ന് വാശി പിടിച്ച് ഗിഫ്റ്റ്സൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇതിപ്പോൾ എങ്ങനെയാണ് തുറക്കുക, ഇച്ചിരി സമാധാനത്തിൽ തുറക്കാൻ പറഞ്ഞിട്ട് അതും പറ്റുന്നില്ല. അപ്പോൾ ഓരോ ഗിഫ്റ്റും തുറന്നു നോക്കി അതിൻ്റെയൊക്കെ എന്താണെന്നൊക്കെ കണ്ട് സന്തോഷിച്ച് എല്ലാ ഗിഫ്റ്റും ഇഷ്ടമായി. ഇപ്പോൾ ഡ്രസ്സൊക്കെ അപ്പം തന്നെ ഇട്ട് നോക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എല്ലാം തുറന്നു നോക്ക്, നമുക്ക് നാളെ രാവിലെ ബാക്കിയുള്ളതൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കാണ്. എന്നിട്ടും മുഴുവൻ അങ്ങനെ ഞങ്ങളത് ഗിഫ്റ്റ് ഓപ്പണിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. അങ്ങനെ എല്ലാ ഗിഫ്റ്റും ഓപ്പൺ ചെയ്ത് കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും. ഇപ്പം തന്നെ ഇനി അടുത്ത വർഷത്തെ ബർത്ത്ഡേ പാർട്ടിനെ കുറിച്ചാണ് ഡിസ്കഷൻ. അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യും, എങ്ങനത്തെ കേക്ക് വാങ്ങിക്കും, എത്ര പേരൊക്കെ വിളിക്കും. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിയാൻ പോവാണ്. അപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടി, കേക്കൊക്കെ കട്ട് ചെയ്ത് ഗസ്റ്റൊക്കെ വന്നു, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയിത് ഞങ്ങൾ വളരെയധികം നന്ദി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അങ്ങനെ ഇതൊക്കെയാണ് ഹനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. അത് ഹനിക്ക് നിർബന്ധമായിരുന്നു, അമ്മ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കുമോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഹനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. അങ്ങനെ ഹനിക്ക് സന്തോഷമായി, ഗിഫ്റ്റൊക്കെ തുറന്നുറങ്ങാൻ പോവാണ്. ഇത് ഞങ്ങൾ ഹനിയുടെ ബർത്ത്ഡേയിലെടുത്ത 2-3 ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. See you soon again. Thank you very much.